സ്തോത്രം. ഞാൻ വേഗത്തിലൊരു ചിന്ത നിങ്ങളുമായി വയ്ക്കാം. ദൈവസഭയുടെ സൗന്ദര്യം, മണവാട്ടി ദൈവസഭ എങ്ങനെ ആയിരിക്കണം, ദൈവസഭ സുന്ദരിയായിരിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. വായിക്കാം. ഉത്തമഗീതം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കുട്ടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളോൾ ഇവൾ ആര്? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവും ഇല്ല. ഊനം എന്ന് പറഞ്ഞാൽ കുറവ്. മനസ്സിലാകുന്നുണ്ടോ? യാതൊരു ഊനവും ഇല്ലാത്ത സർവാംഗ സുന്ദരിയാണ് ക്രിസ്തുവിന്റെ സഭ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയായി സമ്പാദിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭ സൗന്ദര്യമുള്ള സഭയായി മാറേണ്ടതിന്, തീർക്കേണ്ടതിന് പാപത്തിൻ്റെതായ വൈകൃതങ്ങൾ, പാപത്തിൻ്റെതായ വിരൂപതകൾ മനുഷ്യവർഗത്തിൽ നിന്ന് മാറ്റി അതിൽ നിന്ന് സൗന്ദര്യമുള്ള ഒരു ദൈവസഭയെ വേർതിരിക്കേണ്ടതിന് സുന്ദരനായ, സർവാംഗ സുന്ദരനായ ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ട് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി മാറി. ഹല്ലേലൂയ. അവന്റെ മുഖത്തെ രോമങ്ങൾ അവൻ പിഴുതെടുത്തു, തലയിൽ മുൾക്കിരീടം ചാർത്തപ്പെട്ടു, റോമൻ നാണയങ്ങൾ വെച്ച് മുഖത്തെ 2 നാണയങ്ങൾ അവൻ ചേർത്ത് പിടിച്ച് യേശുക്രിസ്തുവിന്റെ മുഖത്ത് രോമം അതിനകത്ത് വെച്ച് അത് വെച്ച് അവൻ അവർ പറിച്ചെടുത്തു, മുഖത്ത് തുപ്പി, കാർഹിച്ചു തുപ്പി, കോലുകൊണ്ടടിച്ചു. ആമേൻ. സ്തോത്രം. 1 40 അടി 39 അടികൾ ചാട്ടുകൊണ്ട് ആമേൻ പുറത്തടിച്ച് ഉഴവ് ചാലുകൾ പോലെ കീറി മുറിയപ്പെട്ട ആ യേശുക്രിസ്തുവിനെ പീലാത്തോസ് തന്റെ കത്തളത്തിൽ നിന്ന് പുറത്ത് കൊണ്ട് തന്റെ യഹൂദന്മാർക്ക് ഏൽപ്പിക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞൊരു പദമുണ്ട്. ആമേൻ. സ്തോത്രം. ആ മനുഷ്യൻ ഇതാ. എന്തിനാ പീലാത്തോസ് യേശുവിനെ അങ്ങനെ പരിചയപ്പെടുത്തിയത്? അകത്തേക്ക് കൊടുത്തപ്പോൾ സുന്ദരരൂപിയായി ആമേൻ പീലാത്തോസിന്റെ കത്തളത്തിലേക്ക് കയറിപ്പോയ മശിഹ വിരുമ്പരായി മാറി. ആമേൻ. തുടിക്കുന്ന ഒരു മാംസപിണ്ഡമാ, ശരീരം മുഴുവൻ രക്തം പുരണ്ട ഒരു മാംസപിണ്ഡമായി, തുടിക്കുന്ന ഒരു മാംസപിണ്ഡമായി നിൽക്കുന്ന യേശുവിനെ ആമേൻ സ്തോത്രം പീലാത്തോസ് പരിചയപ്പെടുത്തുകയാണ്. ആമേൻ. നിങ്ങൾ അകത്തേക്ക് തന്നുവിട്ട ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്തിന്? സർവാംഗ സുന്ദരിയായ ഒരു മണവാട്ടി സഭയെ യേശു ക്രിസ്തുവിന് വാർത്തെടുക്കേണ്ടതുണ്ടായിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1:11 വായിക്കുന്ന സഭ നിർമ്മല കന്യകയാണ്. സങ്കീർത്തനങ്ങൾ 45:13 ആലങ്കാരികമായ പദപ്രയോഗത്തോടുകൂടെ അവിടെ മണവാട്ടിയെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു, അവൾ പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നവിടെ കാണാൻ കഴിയും. വായിക്കാം. 45:13 വാക്യം. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്, അവിടെ ചിത്രത്തകിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. മതി. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണതയായിരിക്കുന്നു. ഞാനതിനെ ഈ അന്തപുരത്തെ, അതായത് ഒരു രാജ്ഞിക്ക് ഒരുങ്ങുവാനുള്ള ഒരു ഇടമാണ് ഈ അന്തപുരം എന്ന് അർത്ഥമാക്കുന്നത്. അന്തപുരത്തിൽ ഈ രാജ്ഞി ശോഭ പരിപൂർണതയായി മാറിയ
സൗന്ദര്യമുള്ളവളായി മാറിയാൽ അടുത്ത സ്റ്റെപ്പ് ഇവൾ രാജസന്നിധിയിലാണ് അടുത്ത ഇവളുടെ ഇടം. കരമേറ്റി സ്വതന്ത്രം ചെയ്യാം. ഹല്ലേലൂയ. അന്തപുരത്തിലെ അവേ രാജകുമാരി ശോഭാപരിപൂർണയായി സൗന്ദര്യമുള്ളവളായി മാറുമ്പോൾ അവളെ രാജസന്നിധിയിൽ പ്രവേശിപ്പിക്കുന്നു. ദൈവസഭ ഈ ഭൂമിയിൽ ദൈവസഭയ്ക്കകത്ത് തന്നെത്താൻ ഒരുക്കി അവൻ സുന്ദരിയായ ഒരു മണവാട്ടിയ ദൈവസഭ ഒരുങ്ങി കഴിഞ്ഞാൽ ആമേ സ്വന്തം കാഹള ശബ്ദം കേൾക്ക. അതിനുശേഷം രാജസന്നിധിയിൽ ഈ ലോകത്തെ നീതിയോടുകൂടെ വാഴുന്ന രാജാതി രാജാവും കർത്താവി കർത്താവുമായ ആത്മമണവാളന് നിത്യരാജാവുമായ ആമേ സ്വന്തം രാജാതി രാജാവിന്റെ മണവാട്ടിയ ദൈവസഭ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യയുഗങ്ങൾ അവന്റെ രാജസന്നിധിയിൽ ഉണ്ടായിരിക്കും. അതുണ്ടാകണമെങ്കിൽ ഇന്ന് ദൈവസഭ അന്തപുരത്തിൽ ശോഭ പരിപൂർണതയുള്ളവരായി മാറണം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാണ് യേശു കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത്? എഫെസ്യ ലേഖനം 5:26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തിനാണ് കർത്താവ് തന്നെ താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്? തന്നെ താൻ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണ്? വായിക്കാം. കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. യേശു കർത്താവിനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാ? ആമേ സ്വന്തം സഭ, ആമേ സ്വന്തം ശുഭ്രസഭയായി വിശുദ്ധ സഭയായി മാറുക, സൗന്ദര്യമുള്ള ഒരു സഭയായി തീരുക. കറ, ചുരുക്കം, മാലിന്യം എന്നിവ ഇല്ലാത്തൊരു സഭ. ആമേ അതാണ് ക്രിസ്തുവിന്റെ സഭ. യേശു കർത്താവ് ആമേ സുന്ദരനൂപനാണ് അല്ലേ? 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം. സ്വന്തം 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. സുന്ദരരൂപനും സർവാംഗ സുന്ദരനുമായ യേശു ക്രിസ്തു എന്ന സഭ ആമേൻ മണവാളന്റെ ആത്മമണവാളന്റെ മണവാട്ടി സൗന്ദര്യമുള്ളവരായിരിക്കണം. അവിടെ സൗന്ദര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന കറ, ചുളുക്കം ആമേൻ എന്നിവ ഇല്ലാതാകണം. കറ പറ്റിപ്പിടിക്കുന്ന ഒന്ന്, ജീവിതമാകുന്ന വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുന്ന ലോകത്തിന്റെ മാലിന്യങ്ങളിൽ പെടുന്ന ഒന്നാണ് കറ. ആമേൻ സ്വന്തം അത് ആമേൻ മാറണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ ആരക്കി വെളുപ്പിക്കുമ്പോഴാണ് ആമേൻ കറ അവനിൽ നിന്ന് മാറപ്പെടുന്നത്. ആമേൻ സ്വന്തം ആമേൻ എല്ലാവരുടെയും ജീവിതത്തില് പാപത്തിന്റെ കറകൾ പുരട്ടിക്കൊണ്ട് പറയുന്നത് ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയോ കറ പുരണ്ട തുണിയാണ്. ആമേൻ മനുഷ്യ സകല മാനവരാശി മുഴുവനും പാപത്തിന്റെ കറയാൽ പിടിക്കപ്പെട്ട് മാലിന്യപ്പെട്ടിരിക്കുമ്പോൾ കാണുന്നവരിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തത തങ്ങളുടെ ജീവിതമാകുന്ന വസ്ത്രത്തെ അയക്കി വെളുപ്പിക്കുമ്പോൾ അവർ കറയില്ലാത്തൊരു മണവാട്ടിയായി മാറുക. അവൾ സുന്ദരരൂപിയായി മാറുന്നു, സർവാംഗ സുന്ദരിയായി മാറണം. ഇനി ചുളുക്കം എങ്ങനെ മാറും? സ്തോത്രം. ഹല്ലേലൂയ. അലക്കിയ വസ്ത്രത്തിൽ എന്തുണ്ടാകും? ചുളുക്കുണ്ടാകും. സ്തോത്രം. നമുക്കറിയാം ആമേ സ്തോത്രം. കൈകൊണ്ട് അലക്കിയാലും വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയ തലേണ കവറിനകത്ത് വെച്ചതുപോലെ ഇരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം അത്ര ചുളുങ്ങിയിരിക്കും. ആ ചുളുക്കം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു അയൺ ബോക്സ് കൂട്ടി അല്ലെങ്കിൽ ആമേ സ്തോത്രം ചിരട്ടകൾ കത്തിച്ച് അയൺ ബോക്സിനകത്തിട്ട് ചൂട് പിടിച്ച് ആ ചൂട് വെട്ടിക്കൊണ്ട് ചുളുങ്ങിയ വസ്ത്രത്തിന്റെ ഒന്ന് പിടിക്കുമ്പോൾ അത് മിനുസമുള്ള മനോഹര വസ്ത്രമാ. ആമേ നമ്മൾ ഇന്ന് പകൽക്കാലം ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെ വെണ്മയും മനോഹരതയുമുള്ളവരായി മാറും. ഇന്ന് പകൽക്കാലം കുഞ്ഞാടിന്റെ രക്തത്തെ നമ്മുടെ ജീവിതമാകുന്ന അങ്കി അലക്കി വെളുപ്പിച്ച വിശുദ്ധന്മാരാ തീർന്നിരിക്കുന്ന ദൈവ
മണവാളനെ പ്രാപിച്ച ശൂലേംകാരി യെരൂശലേമിലെ പുത്രിമാരോട് പറഞ്ഞ ചില പദപ്രയോഗങ്ങളുണ്ട്. എന്തെന്നാണ് അറിയണ്ടേ? യെരൂശലേം പുത്രിമാര് തങ്ങളുടെ പ്രിയന്മാരെ കുറിച്ച് ശൂലേമിയോട് പറഞ്ഞ് അവർ മടുത്തു. യെരൂശലേം പുത്രിമാർ തങ്ങളുടെ പ്രിയന്മാരുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചു. ആ വർണ്ണനയ്ക്കകത്ത് ഇവൾ വീണുപോകാതിരുന്നപ്പോൾ സ്തോത്രം, ഒരു ദിവസം യെരൂശലേം പുത്രിമാരെല്ലാം കൂടെ ശൂലേമിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ പറ, ഞങ്ങളുടെ പ്രിയന്മാരെക്കാൾ നിന്റെ പ്രിയന് എന്ത് വിശേഷതയാണുള്ളത്? യെരൂശലേം പുത്രിമാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഏറെ പ്രിയന്മാരുണ്ട്. എന്നാൽ ശൂലേമി പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾക്ക് അനേക പ്രിയന്മാരുണ്ടെങ്കിൽ എനിക്ക് അനേക പ്രിയന്മാരില്ല, എനിക്ക് ഒരേ ഒരു പ്രിയനേ ഉള്ളൂ. അവൾ പറഞ്ഞു, എന്റെ പ്രിയനോ അവൻ പെൺമയുള്ളവൻ, അവൻ ചുവപ്പുള്ളവൻ, 10,000-ങ്ങളേക്കാൾ, നിങ്ങൾ പറഞ്ഞ 10,000 പ്രിയന്മാരെക്കാൾ സർവാംഗ സുന്ദരനായ ഒരു ആത്മമണവാളനെ പ്രാപിച്ചുകൊണ്ട് അവൻ മകൻ വെള്ളത്തിന്റെ തുണിത പോലെ സൗന്ദര്യം മാറ്റപ്പെട്ടവനാ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനായി തീർന്ന ആത്മീയമായി ദർശിച്ചുകൊണ്ട് ശൂലേംകാരി വിളിച്ചു പറഞ്ഞു, അവൻ വെണ്മയുള്ളവൻ, അവൻ ചുവപ്പുള്ളവൻ, പക്ഷെ അവൻ 10,000-ങ്ങളേക്കാൾ ശ്രേഷ്ഠനാണ്. എന്താ വെണ്മ? വീണ്ടെടുക്കുവാൻ ശക്തൻ. ശൂലേമി പറഞ്ഞു, എന്റെ പ്രിയൻ വീണ്ടെടുപ്പുകാരനാ, അവൻ വീണ്ടെടുക്കുവാൻ ശക്തനാ, അവന്റെ രക്തത്തിന് വീണ്ടെടുക്കുവാൻ ശക്തിയുണ്ട്. എന്റെ പ്രിയൻ വീണ്ടെടുപ്പുകാരനാണ്. രണ്ടാമത് പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയുള്ളവൻ, എന്റെ പ്രിയൻ വെണ്മയുള്ളവൻ. സ്തോത്രം. യേശു ചോദിച്ചു, എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? സകലവരും ഒന്നുപോലെ തലകുലുക്കി പറഞ്ഞു, അവൻ വാസ്തവത്തിൽ നീതിമാൻ, അവൻ നീതിമാനാണ്, പാപമില്ലാത്തവനാണ്. പാപമില്ലാത്ത വെണ്മയേറിയ പരിശുദ്ധനായ മണവാളന്റെ മണവാട്ടി എങ്ങനെയായിരിക്കണം? അതീവ സുന്ദരിയായിരിക്കണം. സർവാംഗ സുന്ദരനായ മണവാളന് സർവാംഗ സുന്ദരിയായ മണവാട്ടി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 24:16 നമ്മൾ വായിക്കുന്നുണ്ട് റിബേക്കയെ കുറിച്ച്. അവിടെ റിബേക്ക ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. റിബേക്കയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, അവൾ അതീവ സുന്ദരിയായിരുന്നു. അപ്പോൾ ദൈവസഭ സുന്ദരിയായാൽ പോരാ, എങ്ങനെയുള്ള സുന്ദരിയാകണം? അതീവ സുന്ദരിയായിരിക്കണം. 24:16 ബാല അതിസുന്ദരിയും ബാല അതിസുന്ദരിയായിരുന്നു. ദൈവസഭയ്ക്ക് സാദൃശ്യമായിരിക്കുന്ന റിബേക്കയെ കുറിച്ച് പറയുന്നു, ബാല അതിസുന്ദരിയായിരുന്നു. ദൈവസഭ അതിസുന്ദരിയായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് എന്താ? യേശുവിന്റെ കാന്ത എങ്ങനെയുള്ളവരായിരിക്കണം? അതീവ സുന്ദരിയായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി മണവാളൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്റെ പ്രിയരെ നീ സർവാംഗ സുന്ദരി. അപ്പോൾ മണവാളന്റെ മണവാട്ടി അതീവ സുന്ദരിയായിരിക്കണം, അല്ലെ? സൗന്ദര്യമുള്ളവളായിരിക്കണം. സൗന്ദര്യത്തെ പ്രധാനമായി രണ്ടായി തിരിക്കാം. എന്താണ്? ഒന്ന് ശാരീരികമായ സൗന്ദര്യം, മറ്റൊന്ന് ആത്മീകമായ സൗന്ദര്യം. സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് ആത്മീകമായ സൗന്ദര്യമാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്വന്തം പറയാമോ? ദൈവസഭയുടെ സൗന്ദര്യം ബാഹ്യമായ സൗന്ദര്യമല്ല, പിന്നെ ആത്മീകമായ ഒരു സൗന്ദര്യമാണ് ദൈവസഭ പ്രാപിച്ച
പ്രാപിച്ചെടുക്കേണ്ടത് പഴയുള്ള സൗന്ദര്യമല്ല. ഇന്ന് ആത്മീകരെന്ന് അവരുടെ നാമത്താൽ അറിയപ്പെടുന്ന ഭക്തന്മാർ സൗന്ദര്യം നോക്കി, നിറം നോക്കി, യോഗ്യത നോക്കി, ക്വാളിറ്റി നോക്കി കസേര കൊടുക്കുമ്പോൾ, പുറമെ നോക്കി കസേര കൊടുക്കുമ്പോൾ, പുറമെ നോക്കി സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ, പുറമെ നോക്കി പദവികൾ കൊടുക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് പുറമെ ഉള്ള ക്വാളിറ്റി അല്ല. അവൻ ആത്മേ ആത്മീകമായി അവൻ സൗന്ദര്യമുള്ളവനായി മാറണം. സ്വന്തം ഇന്ന് ശാരീരിക സൗന്ദര്യത്തിനാണ് ഏറ്റവും മുൻതൂക്കം. അത് പെന്തിക്കോസ്തുകാരുടെ ഇടയിലായാലും ശരി, അക്രൈസ്തവരുടെ ഇടയിലായാലും ശരി, നാമധേയ ക്രിസ്ത്യാനികളുടെ ഇടയിലായാലും ശരി. ആത്മീക സൗന്ദര്യത്തെക്കാൾ ശാരീരികമായ സൗന്ദര്യത്തിനാണ് ഇന്ന് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എന്തുണ്ട്? സൗന്ദര്യ കൂട്ടുകൾ വരെയുണ്ട്. ചില സഹോദരിമാരെ പോകുമ്പോൾ, പണ്ട് ഗൾഫിൽ പോകുന്നവരാണ് ഈ പെട്ടിയൊക്കെ തൂങ്ങി പോകുന്നത്. ഇന്നത്തെ ചില സഹോദരിമാർ എവിടെ പോയാലും കയ്യിൽ ഒരു പെട്ടി, ചെറിയൊരു പെട്ടി കാണും, ഒരു ചെറു സഞ്ചി പോലെ ഒരു സാധനം. എന്തിനെന്നറിയാമോ? അതിനകത്ത് മുഴുവൻ പൗഡർ, ആമേൻ, പ്രൈസലോട്, ചുണ്ടേ പുരട്ടുന്ന, ആമേൻ, കരിയോയില്, അതുപോലെ തന്നെ കാലെ നഖത്തെ പുരട്ടുന്ന കീല്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതെവിടെ വെച്ചാണോ ആവശ്യം. ആമേ, സ്തോത്രം. ആമേ, ചുണ്ട് രാവിലെ ചുമന്നിരിക്കും, ആമേ, ഉച്ച കഴിയുമ്പോൾ റോസ് ആയിട്ടിരിക്കും, വൈകുന്നേരം നോക്കുമ്പോൾ കറുത്തിരിക്കും. ഇതെങ്ങനെയാ? ആമേ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാ. ഇതുകൊണ്ടാ നടക്കുന്നത്. കല്യാണ വീട്ടിൽ പോയാലും കയ്യിലൊരു ആമേ പെട്ടിയും പ്രമാണവും കാണും. സ്തോത്രം. ആമേ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇന്നത്തെ ലോകം. സൗന്ദര്യ കൂട്ടുകളെ ആമേ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ എത്ര മണിക്കൂർ നിന്നാലും സമയം പോകുന്നത് അറിയില്ല. തൃപ്തി വരാത്ത നിലകളിലാണ് അവൻ വീട്ടിലെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മളൊക്കെ നിൽക്കുന്നത്, അല്ലേ? ഓരോ മുടി ഇഴ ആമേ നോക്കി ഇങ്ങനെ അകത്തി നോക്കും. വെളുത്തോ വെളുത്തോ, ആമേ, സ്തോത്രം. ചിലർ എണ്ണി നോക്കും എത്ര വെളുത്തോ. ആമേ, സ്തോത്രം. ആകപ്പാട് വിഷമമായി വെളുത്തോ, പ്രായം തോന്നുന്നു. ആമേ, വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നു. എത്ര മേക്കപ്പ് ഇട്ടാലും, എത്ര കീഴടിച്ചാലും, എത്ര കളർ അടിച്ചാലും, ആമേ, സ്തോത്രം, 3 കുളി കഴിയുമ്പോ അതിന്റെ കളർ കണ്ടു തുടങ്ങും. അല്ല, മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. വചനം പഠിപ്പിക്കുന്നു, ദൈവം തമ്പുരാൻ അറിയാതെ അവന്റെ തലയിലെ ഒരു മുടി പോലും എന്ത് ചെയ്തില്ല, അവനെ കറുപ്പിക്കുവാനോ വെളുപ്പിക്കുവാനോ നിനക്ക് കഴിയുകയില്ല. അപ്പോ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആമേ ആരാധനയ്ക്ക് നീ വൈകി വരുമ്പോൾ നീ കൊടുക്കുന്ന സൗകര്യം നിന്റെ ആത്മീക മനുഷ്യനല്ല, നീ കൊടുക്കുന്നത് നിന്റെ പുറമേയുള്ള മനുഷ്യനാണ്. സ്തോത്രം. ആമേ, 9 മണിക്ക് സഭായോഗം, 9 മണിക്ക് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നതേ ഉള്ളൂ. എത്ര നോക്കിയിട്ട് മതി വരുന്നില്ല. ആമേ, സ്തോത്രം. 45 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കി എല്ലാം ഒപ്പിച്ച് ഒരു പരുവത്തിന് ഇറങ്ങി, ആമേ, വെളിയിലോട്ട് ഇറങ്ങി, ആമേ, സ്തോത്രം, കാറ്റടിച്ചു. അതിൽ ആമേ കാറ്റ് മുഖത്തോടെ അടിച്ചു പോയപ്പോ പിന്നെ ഒരു സന്ദേഹം, അയ്യോ എന്റെ സൗന്ദര്യം പോയോ. ഒന്നുകൂടെ കെട്ടിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചോണ്ട് നിൽക്കുക, ബാ വിളിച്ചോണ്ട് വീണ്ടും കൂടെ ഓട് അകത്തോണ്ട് ഒന്നുകൂടെ കണ്ണാടിയുടെ മുമ്പ് ചെന്നു. ആദ്യത്തെ പോലെ അത്ര ഓർത്തില്ല. സ്തോത്രം. എന്നിട്ട് കെട്ടിയവന്റെ ആമേ അലർച്ച കേട്ട് ആമേ മതിയെന്ന് പറഞ്ഞ് ഓടി വന്ന് വണ്ടിയുടെ മുന്നേ കയറി നിൽക്കുക. എന്തിനാ നിൽക്കുന്നേ? ആമേ, അച്ചായ ഒന്നുകൂടെ നോക്കിയേ. ഇന്നാളെ മരണ വീട്ടിൽ പോയപ്പോ മേക്കപ്പ് ഇട്ടത് ഒത്തോ, ഒരു സംശയം. സ്വോത്രം സ്വോത്രം ഒത്തില്ല. അച്ഛന്റെ മറുപടി കൂടെ കേട്ട് ആകെ നിരാശയായിട്ട് പോകുന്നത്. ആമേ, സ്വോത്രം. ഇന്ന് അടുത്ത വീട്ടിൽ ഒരു മരണം വന്നാൽ ഏത് സാരി കൊടുത്തോണ്ട് പോകണമെന്ന കൺഫ്യൂഷൻ. സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ? ചത്താ പോലും വിടാത്തവരുണ്ട്. മരിച്ചു കിടക്കുന്ന പണ്ട് ഈച്ച പോലുള്ളതായ ജീവികളൊന്നും ബോഡിയിലേക്ക് വന്നിരിക്കാതിരിക്കാനും ആമേൻ അപ്പൊ ഒന്ന് മണമൊക്കെ വരാൻ വേണ്ടി മൂക്കേന്ന് വരുന്നതൊക്കെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി പൗഡറൊക്കെ തട്ടിയിടും. ഇന്നത് മേക്കപ്പ് ആക്കി ഇടുന്നവരുണ്ട്. ശവത്തിൽ പോലും മേക്കപ്പ് ചെയ്യുന്നവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അല്ലേ? ഇതൊരു കല്യാണ വീട്ടിൽ പോയാ ചെറുക്കനും പെണ്ണ് അതിൻ്റെതായ നിലയിൽ കാണണമെങ്കിൽ 7 ദിവസം കഴിയും. ഇതാണോ ചെറുക്കൻ? ഇതാണോ പെണ്ണ്? ആകെപ്പാടെ കൺഫ്യൂഷനാ. കാരണം ഉള്ള കുട്ടി മുഴുവനും വാരി മുഖത്തിട്ട് എന്തോ പോലെ അന്യത്തിൽ വെളിപ്പെട്ട ഒരു ജീവിയെ പോലെ നിൽക്കുന്നേ. ആമേ, സ്വന്തം ബാഹ്യമായ സൗന്ദര്യം വരുത്താൻ വേണ്ടി കുട്ടിയിടുകയാണ്. ചെറുക്കൻ വന്ന് കാണാൻ വരുമ്പോഴേ പെണ്ണ് പറയുക, അപ്പാ 25,000 രൂപയാ. ആമേ, ഒറ്റ ദിവസത്തേക്കുള്ള മേക്കപ്പ്. മഴ പെയ്യാതെ നോക്കിക്കൊണ്ടും പോയി എന്നാ.
സൗന്ദര്യം അല്ലേ? കണ്ണാടിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ആരാധനയുടെ സമയം കവർന്നെടുത്ത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകേണ്ട സമയം കവർന്നെടുത്ത് എന്റെ പൊന്നു സഹോദര സഹോദരനെ, ഭാഗ്യമായ സൗന്ദര്യങ്ങളെല്ലാം വചനം പഠിപ്പിക്കുന്നതെല്ലാം വ്യർത്ഥമാണ്. അതെല്ലാം പുഴുപോലെ ക്ഷയിക്കുന്നതാണ്. ഇവയ്ക്കെല്ലാം പ്രാധാന്യത്തോടിക്കരുത്. നിന്റെ അകത്തെ മനുഷ്യ സൗന്ദര്യമുള്ളവരാ, തറയും ചുരുക്കവും മാറ്റവും മാലിന്യമില്ലാത്ത ഒരു വിശുദ്ധ മണവാട്ടി സഭയാ. നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക. ഈ മകൾക്കാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. സദൃശവാക്യം 31 നമ്മൾ വായിക്കുന്നുണ്ട്. ലാവണ്യവും വ്യാജവും ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യക്തവുമാകുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് എന്ത് പ്രയോജനം? അവസാനം ഒരു ഇടുങ്ങിയ പെട്ടിക്കകത്ത് നമ്മളെ ഒതുക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര മേക്കപ്പെട്ട് നടന്നാലും, എത്ര പുട്ടിയിട്ടാലും, എത്ര നഖം പോളിഷ് ചെയ്താലും, ചുരിദാറിന്റെ ടോപ്പ് മേൽപോട്ട് എത്രത്തോളം കീറിയിടാൻ പറ്റും അത്രത്തോളം കീറിയിട്ടാലും, എത്രത്തോളം ഇറക്കം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഇറക്കം കുറച്ച് സ്തോത്രം കാറ്റടിക്കാതെ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന സഹോദരിമാരെ പോലെ ജീവിച്ചാലും കാറ്റടിച്ചു കഴിഞ്ഞാൽ പണി പാടും. അതുകൊണ്ട് വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ചുരിദാറിന്റെ കീറൽ നിർത്തണം. കൈ പൊക്കിയാൽ കാണരുതാത്ത ഭാഗങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ആരും എന്ത് ചെയ്യരുത്. ഇത് ഹല്ലേലൂയ പറയുമ്പോ ട്രാഫിക് പോലീസുകാരെ കാണിക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് നിൽക്കുക. കാരണം ഇതിൽ കൂടുതൽ പൊക്കിയ പ്രശ്നമൊന്നേ. കണ്ടിട്ടില്ലേ? കൂടുതൽ പ്രസംഗാരെ കൂടുതൽ പൊക്കാൻ പറയരുത്, ആകെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടൊരു ചെറുക്കൻ പാൻറ്റിട്ടോണ്ട് പോവുക. പാൻറ്റിന് ചില നീളക്കുറവുമില്ല. അന്ന് താഴോട്ടും ഇപ്പൊ താഴെ നീളം കുറഞ്ഞു, ഇപ്പൊ മേളിലോട്ടും നീളം കുറഞ്ഞു. നേരത്തെ എന്ന് പറഞ്ഞാൽ താഴെ നീളമുണ്ട്, മേളിൽ നീളമല്ല. കുഞ്ഞാക്ക് തീർന്നു. അപ്പോ ഇത് ഞാൻ പോകുമ്പോ ബാക്കിൽ ഒരു ബാനർ എഴുതി കെട്ടിയിരിക്കുന്നു, റോക്കി. ഒരു പ്രസംഗിയാരി ചോദിച്ചു, മോനെ പൊന്നു മോനെ ഇതൊക്കെ പുറത്ത് കാണിക്കാൻ മേലാടാ, ഇത് ആമേൻ ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞപ്പോ ആ കൊച്ചൻ ആ പാസ്റ്ററോട്, പാസ്റ്ററെ നിങ്ങൾക്ക് വല്ല അറിയാമോ, ഇതാണ് പട്ടയം പതിക്കാത്ത ഭൂമി എന്ന്. മാന്യമായ വസ്ത്രം ധരിക്കണം, മാന്യമായ വസ്ത്രം നമ്മൾ ധരിക്കണം. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയുള്ള വിശ്വാസികൾ എന്ത് ചെയ്യരുത്? ആമേൻ ചുരിദാർ വയ്ക്കുമ്പോ കീറല് മേൽപോട്ട് കൂടുതൽ ഇടരുത്. മുട്ടിന് താഴെ ഉണ്ടാകണം അതിന്റെ നീളം. മനസ്സിലാകുന്നുണ്ടോ? ഇറുകി പിടിച്ചതും ഇക്കിളിപ്പെടുത്തുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് ഒരു അഭിഷിക്തം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കൈ പൊക്കാൻ പറയുമ്പോ തന്റെ ഇടത്തോടെ പൊക്കി ഒരു ഹല്ലേലൂയ പറയാൻ നമുക്ക് കഴിയണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ആമേൻ. അല്ലാതെ കണ്ടാൽ ഈ പണ്ട് വെള്ളരി തോട്ടത്തിൽ കോലം വെച്ചിരിക്കുന്നത് പോലെ, പുതിയ വീട് പണിതിട്ട് കണ്ണുവരാതിരിക്കാൻ വേണ്ടി കോലം കെട്ടി വെച്ചിരിക്കുന്നത് പോലെ കോലം കെട്ടി നടക്കരുതെന്ന്, മാന്യമായിട്ട് നടക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ദൈവമക്കൾ മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ശരീരം മറഞ്ഞിരിക്കണം, ശരീരം പ്രദർശിപ്പിക്കാനല്ല, ശരീരം മറയ്ക്കാനാണ് വസ്ത്രം ധരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ആമേൻ സ്തോത്രം, ആമേൻ നമ്മൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം, യോഗ്യമായ വസ്ത്രം. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഞാനത് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമല്ലെങ്കിൽ പറയാം. ഈ ദൈവസഭയ്ക്കകത്ത് വരുമ്പോ ഈ മുടികളൊന്നും ഇങ്ങനെ വാരി പിരിച്ചു പറക്കിക്കൊണ്ടെന്ന് പറയരുത്. അതിനൊക്കെ വാരി വട്ടക്കെട്ടൊക്കെ കെട്ടി ഭംഗിയായി ഒതുക്കി വെച്ചുകൊണ്ട് വേണം വരാൻ. ഞാൻ ഇതുവരെ അത് പറയാത്തൊരു കാര്യം കൂടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കല്യാണത്തിന് ചെറുക്കെ ഒരുങ്ങി വരുമ്പോ ഇതുപോലെയാണ് പോണേ. 10 മണിക്ക് കെട്ട് ഇവിടെ വാരി പിരിച്ചിട്ടുണ്ട് പോകും. മണവാട്ടിയ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാ അല്ലേ? നമ്മളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മണവാളൻ വരുന്നതെങ്കിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് യോഗ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. സ്തോത്രം, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാള് കാലേ മുഴുവൻ കൂട്ടക്ഷിട്ടോണ്ട് വന്നു. എന്നതാ കീഴിൽ വെച്ചിരിക്കുന്ന കുഴിനഖം. പാസ്റ്റേ, കുഴിനഖത്തിന് മരുന്ന് വാങ്ങിച്ചിടണം, കൂട്ടക്ഷരം അടിക്കേണ്ടത്.
പിന്നെ കാലിനകത്തെ കൂട്ടെ ക്ഷണിക്കണമെന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ എന്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ദൈവകൃപയാൽ തന്നിരിക്കുന്ന എത്ര പല്ലുണ്ട്? 32 പല്ലിലും കൂടെ ഈ നിറം അടിക്കണം. എന്നിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്ത് ചിരിച്ചെന്ന് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ യോഗ്യരായിരിക്കണം. മനസ്സിലാകുന്ന വാക്യമാകുക, സൗന്ദര്യമല്ല. 39 സങ്കീർത്തനം 11 വാക്യം വായിക്കുന്നത്, നീ മനുഷ്യന്റെ സൗന്ദര്യത്തെ യാഗത്യ നിമിത്തം പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. അല്ലെ, മനുഷ്യനെ അവൻ ക്ഷയിപ്പിക്കുന്നു. അതൊന്ന് വായിച്ചേ. മനുഷ്യന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ദൈവം എന്ത് ചെയ്യുന്നു? സൗന്ദര്യത്തിന്റെ പുറകെ പോകുന്നവർ ഒടുവിൽ ചെന്നെത്തുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെന്നറിയാം? 49 സങ്കീർത്തനം 14 വാക്യം വായിക്കാം. സൗന്ദര്യത്തിന്റെ പുറകെ പോകുന്നവർ ചെന്നെത്തുന്ന സ്ഥലം. നീ തന്നെ വായിക്കേ. അവരെ പാതാളത്തിൽ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയ്ക്കുന്നു, നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപം ഇല്ലാതാകും. അച്ചടിപ്പിച്ച അല്ലെങ്കിൽ പരിഭാഷപ്പിച്ചുകൊണ്ട് അവരുടെ രൂപം എന്നല്ല, ഇംഗ്ലീഷിലാണ് വായിക്കുന്ന അവരുടെ സൗന്ദര്യം ക്ഷയിച്ചു പോകും എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലാതെയാകും എന്നുള്ളതാണ്. അപ്പോ കാര്യങ്ങൾ പിടികിട്ടുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. സൗന്ദര്യത്തിന്റെ പുറകെ പോകുന്നവർ എവിടെ ചെന്നെത്തും? പാതാളത്തിൽ ചെന്നെത്തുക. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 14:11, നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയെ കീഴടക്കിയിരിക്കുന്ന 2 വലിയ ശക്തികളാണ് ആഡംബരവും വാദ്യഘോഷവും. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് ആഡംബരവും വാദ്യഘോഷവും എവിടെ പോകും? പാതാളത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോകും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? യേശയ്യാപ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആഡംബരത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെ വായിക്കാം. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും, സിയോൻ പുത്രിമാർ നിഗളിച്ച് എങ്ങനെ? നിഗളിച്ച്. സിയോൻ പുത്രിമാർ, അമ്മമാർക്കില്ലാത്ത നിഗളം സിയോന്റെ പുത്രിമാർക്ക് നിഗളിച്ച്. എന്താ നിഗളിക്കാനുള്ള കാരണം? ഫാഷൻ, ആഡംബരം, അല്ലേ? വാദ്യഘോഷ, ആഡംബരം. നിഗളിക്കാനുള്ള കാര്യം എന്താ? ഒന്നുകൂടെ വായിച്ച്. നിഗളിച്ച് ആഡംബരത്തോടുകൂടെ ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളൊക്കെ ഒത്തു കഴിഞ്ഞപ്പോൾ സ്തോത്രം, ദൈവത്തിങ്കൽ നിന്ന് തലമുറകൾ അന്യപ്പെടാൻ തുടങ്ങി. വിദ്യാഭ്യാസം കൂടി, വിവരം കുറഞ്ഞു. അറിവുള്ളവരാണ് എന്ന് സ്വയം അഭിമാനിക്കുമ്പോഴും മൂത്തവരെ കണ്ടാൽ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവർ പഠിച്ചിട്ടില്ല. അല്ലേ? വയസ്സിന് മൂത്ത ഒരാളെ നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ ഇരിക്കരുത്. കഴിഞ്ഞ ദിവസം കൂടുതൽ ഈ പെമ്പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്. സിയോൻ പുത്രിമാരെ കുറിച്ചാണല്ലോ. പെമ്പിള്ളേർക്ക് ഇവർക്ക് ചില മേഖലകളിൽ ചെന്നിരിക്കുമ്പോൾ കാലിന്റെ മേളിൽ കാല് വെച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പുറത്ത് പല സന്ദർഭങ്ങൾ കിടക്കും. വടികളുടെ അടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. പെമ്പിള്ളേരെ അടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അടിക്കാത്തത്. സ്വന്തം മനസ്സിലാകുന്നുണ്ടോ? ഇവര് പ്രായമുള്ള കാരണവന്മാര് ഇരിക്കുമ്പോ കാലിന്റെ മുകളിലൂടെ കാലിന്റെ ജീൻസിന്റെ പാൻറ്റൊക്കെ ഇട്ട്, എത്താത്ത ടോപ്പ് ഇങ്ങനെയൊക്കെ ഇട്ട് ഇരിക്കണ ഇരിപ്പ് കാണും. വൃത്തിഹീനമായിട്ടുള്ള ഇരിപ്പ്. വിദ്യാഭ്യാസം ഉണ്ടോ?
എന്നാ 10 പഠിച്ചിട്ട് എത്ര കൊല്ലം പിന്നെ പഠിച്ചെന്നറിയോ? ഭയങ്കര വിദ്യാഭ്യാസമാ. പക്ഷെ വിവരം വഴിയോ പോയിട്ടില്ല. മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ല. പ്രായമുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അപ്പനോട് എങ്ങനെ ബഹുമാനിക്കണം, അമ്മയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിയില്ല. ഇന്ന് ഭക്ഷണത്തിൽ പറഞ്ഞ ഈ തലമുറയെ കുറിച്ച് പഴയ നിയമത്തിലെ പുസ്തകത്തിൽ എഴുതി വെച്ചു. നീ കഴുത്തു നീട്ടി. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ഈ കഴുത്തു നീളുന്നത്? കഴുത്തിന് നീളം കൂടിയെന്നല്ല. ഈ സിയോൻ പുത്രിമാരുടെ കഴുത്ത് നീളുന്നത് അവരിടുന്ന വസ്ത്രത്തിന്റെ കാര്യം കൊണ്ടാണ്. സ്വതന്ത്രം വസ്ത്രം എത്രത്തോളം വെട്ടി തുറന്ന് തയ്ക്കുമോ അത്രത്തോളം കഴുത്ത് വെളിയിൽ നീണ്ടിരിക്കുന്നുണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ബ്ലൗസ് വയ്ക്കുമ്പോൾ, ചുരിദാറിന്റെ ടോപ്പ് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തയ്ക്കണം. യോഗ്യമായ രീതിയിൽ എന്ത് ചെയ്യണം? തയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ പട്ടയം കിട്ടാത്ത ഭൂമി പോലെ ഒന്നും ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോ പുറകിൽ നോക്കിയാൽ എന്നോടാ കഴുത്ത് നീട്ടം. അത് പലരും നോക്കുന്നവർ പാപത്തിലേക്ക് വീഴും. അതുകൊണ്ട് ആമേ സ്തോത്രം മെനക്കേടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴുത്ത് നീളാൻ നിങ്ങൾ അനുവദിക്കരുത്. സിയോൻ പുത്രിയെ കുറിച്ച് പറയുന്നു, കഴുത്ത് നീട്ടിയും. അടുത്തത് നിഗളിച്ചും കൊണ്ട് എറികണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും. വേഗം വായിച്ചു വിടാം. എങ്ങനെയാ നടപ്പ്? തത്തി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ ചെരുപ്പ് നോക്കിയാൽ മതി അല്ലേ? ചിലര് 4 ഇഞ്ച് പൊക്കമുള്ള ചെരുപ്പ് വരെയൊക്കെയാ, ഉപ്പൂറ്റി മാത്രം പൊക്കുന്നു. ഇതെങ്ങനെ നടക്കുന്നൊന്നും എനിക്കും അറിയില്ല, കർത്താവിന് എന്നെ അറിയാം. ചില ചെരുപ്പിനകത്ത് സൂര്യമന പോലെ ഇതും കുത്തിയാ നടന്നുകൊണ്ട് പോകുന്നത്. തത്തിയാ നടക്കുന്നേ. ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ഏതെങ്കിലും ചേട്ടന്മാർ നോക്കുന്നുണ്ടോ? ഏതെങ്കിലും അങ്ങനെ അമ്മാവന്മാര് വീക്ഷിക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയാ ഈ എറികളിട്ട് നോക്കി പോണേ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ബൈബിൾ എഴുതി വെച്ചിരിക്കുക. തത്തി നടക്കുന്നു. നോട്ടം എങ്ങനെ? എറികളിട്ട് ഒറ്റ ഇങ്ങനെ നോക്കിയാ നോട്ടം പൊളിയും. ഇത് ചരിഞ്ഞൊരു നോട്ടം. എന്നെ നോക്കുന്നുണ്ടോ? എന്റെ ചെരുപ്പ് നോക്കുന്നുണ്ടോ? എന്റെ വസ്ത്രധാരണം നോക്കുന്നുണ്ടോ? എന്റെ മേക്കപ്പ് നോക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞു കൊടുത്ത അവരെ സിയോൻ പുത്രിയെ കുറിച്ച് അവസാനമായി എഴുതി വെച്ചോ. നിങ്ങൾ സൗന്ദര്യമല്ല ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. സൗന്ദര്യമുള്ള ഒരു ദൈവസഭയായി മാറുക. നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ആഡംബരവാദ്യവർഷമുള്ളവരെ കുറിച്ച് യെശയ്യാവ് 14 വായിക്കുന്നത് ഇങ്ങനെ നടക്കുന്നവന്റെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. അവന്റെ കീഴിൽ എന്ത് വിരിച്ചിരിക്കുന്നു? പുഴുക്കളെ വിരിച്ചിരിക്കുന്നു എന്ന്. എന്താണ് ഇതിന്റെ സഭയുടെ സൗന്ദര്യം? ഞാൻ പറഞ്ഞത് 149 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, രക്ഷ കൊണ്ട് അവരുടെ പേര് സൗന്ദര്യമുള്ളവരാക്കി മാറ്റുന്നു. അവന്റെ പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അവൻ രക്ഷിക്കപ്പെടുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ ആത്മികമായ അവരുടെ സൗന്ദര്യമുള്ളവരായി കാണാം. ആ വാക്യം ഒന്ന് വായിക്കാം. 149:4. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. ഒരു ദൈവസഭയുടെ അലങ്കാരം ഒന്ന്, അത് രക്ഷ കൊണ്ട് അലങ്കാരമുള്ളവനായിരിക്കണം, രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. രക്ഷ പാപങ്ങളിൽ നിന്നുള്ള വിടുതല, ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ്. ആമേൻ. പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടവനെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ ശോഭ. ആമേൻ. ഇവിടെ പറയാ, ഹൃദയത്തിനകത്ത് ഇരുട്ട് വെച്ചിട്ട് എത്ര മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ നോക്കുകയില്ല, മുഖത്തൊരു കരിവാളിപ്പ് കാണും. മനസ്സിലാകുന്നുണ്ടോ? ആകെ ഇരുന്നിരുന്നാണ്. രക്ഷ പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ദൈവപൈതലിന് ഒരു സൗന്ദര്യം ഉണ്ടാകുന്നു. ആമേൻ. സ്വന്തം മുഖത്തൊരു ശോഭ ആമേൻ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. പണ്ടൊക്കെ പെന്തക്കോസ്തുകാരെ ആരും പരിചയപ്പെടുത്തണ്ട, കണ്ടാൽ അറിയാം ആരാണ് ആള്. പെന്തക്കോസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ഞാൻ പെന്തക്കോസിലാ പോകുന്നേ. കാലം മാറി. ഒരു കാലത്ത് പെന്തക്കോസുകാരെ എന്ത് ചെയ്യണ്ട, പരിചയപ്പെടുത്തണ്ട, കണ്ടാൽ അറിയാം പെന്തക്കോസുകാരിയാ, പെന്തക്കോസുകാരൻ. ഞാന് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. വെള്ള ഉടുപ്പും മുണ്ടും. ഇതാണ് എന്റെ ഇഷ്ട വസ്ത്രം.
പലരും ചോദിച്ചിട്ട് ഇവൻ പെന്തിക്കോസുകാരനാണോ? അന്ന് പെന്തിക്കോസുകാരനാണ് കാണിക്കാൻ വേണ്ടിയല്ല ഇട്ടോണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അന്ന് ഞാൻ പെന്തിക്കോസുകാരനാണ്. പക്ഷെ ഞാൻ പലരുടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് തള്ളി പറഞ്ഞതുപോലെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല അവിടെ മുമ്പേ ഞാൻ പെന്തിക്കോസുകാരനൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കാലഘട്ടത്തില് ദൈവമക്കളെ കണ്ടാൽ അറിയാം അവൻ ആരാണെന്നുള്ളത്. അപ്പോൾ രക്ഷ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അലങ്കരിക്കണം. 2 സ്തോത്രം സങ്കീർത്തനം 29:2 ഇവിടെ വായിക്കുന്നത് വിശുദ്ധി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അലങ്കരിക്കപ്പെടണം. സ്തോത്രം. വിശുദ്ധിയോടുകൂടെ ജീവിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും എന്ത് ചെയ്യത്തില്ല? കർത്താവിനെ കാണുകയില്ല. പകൽക്കാലം ഞാൻ എന്റെ വാക്കിൽ കൂടെ വിരാമമിടുന്നു. ദൈവസഭ ആത്മമണവാളൻ സർവാംഗ സുന്ദരനാണ്. മണവാട്ടിയും സർവാംഗ സുന്ദരിയായിരിക്കണം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ അലങ്കാരം പുറമേ ഉള്ളതല്ല. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ആന്തരികമായ സൗന്ദര്യമാണ് നമുക്ക് ആവശ്യം. ആത്മീക മനുഷ്യൻ സൗന്ദര്യമുള്ളവനായി മാറണമെങ്കിൽ അതിന്റെ സൗന്ദര്യം രക്ഷ, 2 വിശുദ്ധി, ഇത് രണ്ടുമില്ലാതെ നമുക്ക് സൗന്ദര്യം പ്രാപിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ പ്രിയൻ ആത്മമണവാളൻ സർവാംഗ സുന്ദരനാണ്. ആ സർവാംഗ സുന്ദരനാകുന്ന കർത്താവിന്റെ മണവാട്ടിയായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് പകൽക്കാലം അവന്റെ രക്തത്താൽ അശുദ്ധമായിരിക്കുന്ന നമ്മുടെ ജീവിത വസ്ത്രങ്ങളെ കഴുകി വെളുപ്പിച്ചുകൊണ്ട് ശുദ്ധിയുള്ളവരായി, ദൈവകൃപയുള്ളവരായി, സൗന്ദര്യമുള്ളവരായി, ക്രിസ്തുവിന്റെ തികഞ്ഞ മണവാട്ടിയായിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇൻപം വേണ്ട എന്ന് പാടിയിറങ്ങിയ ഭക്തന്മാരുടെ പാദം പിൻപറ്റുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ലോകത്തിന്റെ തനി ആവർത്തനമായിട്ടല്ല നാം ജീവിക്കേണ്ടത്. ലോകത്തിൽ നിന്ന് ഓർമ്മട്ടില്ല മരിച്ചു വാക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന തീരുമാനം പോലെ ഒരുപാട് പാലിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക.